ഹായ് എവരി വൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. അപ്പോൾ SSC-CGL-ൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന വിവരം നിങ്ങളിൽ പലരും എന്ത് ചെയ്തിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ മറ്റു പലർക്കും ഈ പറയുന്നത് പോലെ എന്താണ് SSC എന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു കേന്ദ്ര സർക്കാർ ജോലി കിട്ടുക എന്നൊന്നും എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ഐഡിയ ഉണ്ടാവില്ല. സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തന്നിട്ട് എന്താണ് SSC, എന്താണ് CGL എന്ന് പറഞ്ഞു തന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ വീഡിയോയുടെ പ്രധാന ഭാഗമായിട്ടുള്ള ഈ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷനിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കും മാറ്റങ്ങളിലേക്കും ഒക്കെ എന്ത് ചെയ്യാം, കടന്നു ചെല്ലാം. അപ്പൊ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് കേരള PSC എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാം എന്താണ് സംഭവം. നമ്മുടെ സംസ്ഥാന സർക്കാരിലെ വ്യത്യസ്ത വകുപ്പുകളിലേക്ക് ജോലികളിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ പരീക്ഷ നടത്തുന്നതാണ് ഇതെന്ന് പറയുന്നത് കേരള PSC എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ജോലികളിലെ വ്യത്യസ്തമായ വകുപ്പുകളിലേക്ക് അല്ലെ, CBI-യിലേക്ക്, റെയിൽവേയിലേക്ക്, നാർക്കോട്ടിക്സ് ബ്യൂറോയിലേക്ക്, അല്ലെങ്കിൽ ഇൻകം ടാക്സിലേക്ക്, GST-യിലേക്ക്, അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് എന്തുണ്ട് കേന്ദ്ര സർക്കാരിന് അണ്ടറിലുണ്ട് അല്ലെ. അത്തരത്തിൽ കേന്ദ്ര സർക്കാരിലെ വ്യത്യസ്തമായ വകുപ്പുകളിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാനായിട്ട് പ്രധാനമായും 2 ഏജൻസികളാണുള്ളത്. ഒന്ന് SSC, 2 RRB. SSC എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്നും RRB എന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് എന്നുമാണ് എന്ത് ചെയ്യുന്നത് അതിന്റെ പൂർണ്ണ രൂപങ്ങൾ വരുന്നത്. ഇതില് SSC-യുടെ അണ്ടറിലാണ് ഒട്ടുമിക്ക എല്ലാ പരീക്ഷകളും വരുന്നത്. RRB ആ പേര് പറയുന്ന പോലെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് എന്ന് പറയുന്നതുകൊണ്ട് തന്നെ റെയിൽവേ ഡിപ്പാർട്ട്മെന്റിലേക്ക്, നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തൊഴിൽദാതാവാണ് ഇതെന്ന് പറയുന്നത് റെയിൽവേ എന്ന് പറയുന്നത് അല്ലെ. ഏകദേശം 10 മുതൽ 12 ലക്ഷം ആളുകൾ വരെ അതിൽ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് കണക്ക് പറയുന്നത്. സോ അത്തരത്തിൽ റെയിൽവേയിലെ വ്യത്യസ്തമായ വകുപ്പുകളിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാനുള്ളതാണ് ഇതെന്ന് പറയുന്നത് RRB എന്ന് പറയുന്നത്. അതേസമയം SSC-യിൽ ഞാൻ ആദ്യം പറഞ്ഞ GST, ഇൻകം ടാക്സ്, CBI, നാർക്കോട്ടിക്സ് ബ്യൂറോ, അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, SSC-യുടെ അണ്ടറിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. ഈ SSC എല്ലാ വർഷവും പ്രധാനമായിട്ടും 3 പരീക്ഷകളാണ് എന്ത് ചെയ്യാറ് നടത്താറുള്ളത്. വേറെയും പരീക്ഷകളുണ്ട്, ഞാനൊരു ബിഗിനർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് CGL എന്ന് പറയുന്നത്. രണ്ടാമത്തെ പരീക്ഷയാണ് CHSL എന്ന് പറയുന്നത്. മൂന്നാമത്തെ പരീക്ഷയാണ് MTS എന്ന് പറയുന്നത്. ഇതില് CEയിലെ G എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാജുവേറ്റ് ആണ്, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എന്നാണ് എന്ത് ചെയ്യാൻ നമ്മളിതിനെ പറയാ. അപ്പൊ പേര് പറയുന്നത് തന്നെയാണ്, ഡിഗ്രി ഉള്ള ആളുകൾക്ക്, ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പരീക്ഷയാണ് ഇതെന്ന് പറയുന്നത് CGL എന്ന് പറയുന്നത്. CHSL, C കമ്പൈൻഡ് ആണ്, L ലെവൽ തന്നെയാണ്. HS എന്താണ്, ഹയർ സെക്കൻഡറി ലെവൽ, അതായത് +2 ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് പരീക്ഷ എഴുതാൻ പറ്റുന്ന പരീക്ഷയാണ് ഇതെന്ന് പറയുന്നത് CHSL എന്ന് പറയുന്നത്. പിന്നെ PSC പോലെ വകഭേദമൊന്നുമില്ല, നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ പറയുന്ന CHSL പരീക്ഷ എഴുതാം. MTS എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫാണ്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, 10ാം തരം പാസ്സായ ആർക്കും, ഇപ്പൊ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിലും PG ഉണ്ടെങ്കിലും അതിനപ്പുറത്ത് PhD ഉണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന MTS എഴുതാൻ പറ്റും. സോ 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള പരീക്ഷയാണ് ഇതെന്ന് പറയുന്നത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ കേരള PSC-യുടെ കോൺടെക്സ്റ്റിൽ കാര്യങ്ങൾ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ MTS എന്ന് പറയുന്നത് ലാസ്റ്റ് ഗ്രേഡ് പോലൊരു പരീക്ഷയും, CHSL എന്ന് പറയുന്ന ഒരു LD ക്ലർക്ക് പോലൊരു പരീക്ഷയും, CGL എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പൊ ഈ രീതിയിൽ 3 പരീക്ഷകൾ എന്ത് ചെയ്യാറുണ്ട്, എല്ലാ വർഷവും പ്രധാനമായും SSC നടത്താറുണ്ട്. വേറെയും പരീക്ഷകളുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ വേക്കൻസികൾ വരുന്ന 3 പരീക്ഷകൾ ഏതാണ്, അത് ഈ 3 അതിലെ CGL നോട്ടിഫിക്കേഷൻ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് എല്ലാ വർഷവും എന്ത് ചെയ്യും, ഈ പറയുന്ന 3 പരീക്ഷകളിലേക്കും എന്ത് ചെയ്യും, ആളുകളെ റിക്രൂട്ട് ചെയ്യും. 3 പരീക്ഷയിലേക്കും എന്ത് ചെയ്യും, വിളിക്കും. ഓരോ വർഷം എന്ത് ചെയ്യാറുണ്ട്, ഉണ്ടാവാറുണ്ട്. അപ്പൊ അത്തരത്തിൽ ഈ വന്നിരിക്കുന്ന ഈ വർഷത്തെ 2025-ലെ CGL നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, 14,582 വേക്കൻസികളുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, SSC റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒന്നും അറിയാത്തവർക്ക് വേണ്ടി ഇൻട്രോ പറഞ്ഞാണ്. ഇതെല്ലാം അറിയുന്ന ആളുകളായിരിക്കും നിങ്ങളിൽ ഭൂരിഭാഗം പേരുണ്ടാവുക. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ CGL നോട്ടിഫിക്കേഷനിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യാം, ഒന്ന് കടന്നു ചെല്ലാം. ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 9-ാം തീയതി മുതൽ ജൂലൈ 4-ാം തീയതി വരെയാണ്. ജൂൺ 9 മുതൽ ജൂലൈ 4 വരെ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതിന് അപ്ലൈ ചെയ്യേണ്ടത് ഒരു പ്രത്യേക വെബ്സൈറ്റിൽ കയറിയിട്ടാണ്. SSC-യുടെ ഇപ്പോൾ പുതിയ വെബ്സൈറ്റ് ആണ്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അതിന്റെ ലിങ്ക് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 4/7/2023, അതായത് 11 മണിയാണ്, രാത്രി 11 മണിയാണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, SSC-യുടെ സൈറ്റ് ഇപ്പോൾ കുറച്ച് ബെറ്റർ ആണ്. പണ്ടൊക്കെ എപ്പോഴും പണി മുടക്കുന്ന ഒരു സൈറ്റ് ആണ്. അതുകൊണ്ട് ദയവേത് നിങ്ങൾ ഈ 4-ാം തീയതി ആവാൻ മറ്റേ അവസാന ബെല്ലടിക്കാൻ അല്ലെ, ഇന്റർവെല്ലൊക്കെ നമുക്കൊരു പരിപാടി ഉള്ളതാണല്ലോ അല്ലെ. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇന്റർവെല്ലിൽ എങ്ങനെയാണ്, ഇന്റർവെല്ലിൽ ബെല്ലടിക്കുമ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, എന്നാ ഒന്ന് നമുക്ക് യൂറിൻ പാസ് ചെയ്തിട്ട് വരാമെന്ന് നമ്മൾ ഇറങ്ങാം അല്ലെ. അങ്ങനെയുള്ള പരിപാടിക്ക് നിൽക്കരുത്. ബെല്ലടിച്ചിട്ട് ക്ലാസ് കയറാൻ നിൽക്കേണ്ട. അതിന് മുമ്പേ എന്ത് ചെയ്യുക, ഈ പറയുന്ന പോലെ ആപ്ലിക്കേഷൻ പരിപാടിയൊക്കെ തീർത്ത് വെക്കുക. അതുപോലെ ഓൺലൈൻ ഫീ പേ ചെയ്യാനുണ്ട്, അതിലേക്ക് ഞാൻ വരാം. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്താണ്, 5-ാം തീയതിയാണ്. 4-ാം തീയതി അല്ല, 5-ാം തീയതിയാണ് വരുന്നത്. പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്തതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ 9-ാം തീയതി മുതൽ 11-ാം തീയതി വരെ എന്ത് ചെയ്യുന്നുണ്ട്, SSC ഒരു അവസരം തരുന്നുണ്ട്.
ടയർ 1 പരീക്ഷ നടക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് 13 തീയതി ഓഗസ്റ്റ് മുതൽ ഓഗസ്റ്റ് 30 വരെയാണ്. SSC ഇപ്പോൾ ഫാസ്റ്റ് ആണ്, RRB അതിലേറെ ഫാസ്റ്റ് ആണ്. ഇതിപ്പോൾ വളരെ പെട്ടെന്ന് അല്ലേ, ഇതിപ്പോൾ നമുക്ക് ജൂൺ ആയി 1-2 മാസത്തിനകത്ത്, സാധാരണ ഒരു 2-3 മാസത്തൊക്കെ ഗ്യാപ്പ് കിട്ടുന്നതാണ്. ഇപ്പോൾ അതൊന്നുമില്ല, പടപടപടയെന്നാണ് എന്ത് ചെയ്യുന്നത് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഓഗസ്റ്റിൽ ഈ പറയുന്ന പോലെ ടയർ 1ഉം ടയർ 2 പരീക്ഷ ഇതിലുണ്ട്. ഡിസംബറിൽ എന്ത് ചെയ്യും, ടയർ 2 നടക്കും. ഈ ടയർ 1 എന്താ, ടയർ 2 എന്താണെന്നൊക്കെ എന്ത് ചെയ്യാം ഞാൻ വഴിയെ പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഒരു 10-day സ്കെഡ്യൂൾ എന്ന് പറയുന്നത്. ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് SSC CGLന്റെ കംപ്ലീറ്റ് കോഴ്സ് ഫുൾ സിലബസ് കവർ ചെയ്യുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റി, സ്ട്രാറ്റജിക്, കറണ്ട് അഫയേഴ്സ്, മാത്സ്, റീസണിംഗ്, ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ നോളജ് എന്നിങ്ങനെ എല്ലാ സിലബസും കവർ ചെയ്യുന്ന, അതിൻ്റെ തന്നെ ക്ലാസ് വൈസ് ടെസ്റ്റുകളുള്ള, ഫോക്കസ് ടോപ്പിക് ടെസ്റ്റുകളുള്ള, നിങ്ങളുടെ റിവിഷൻ എല്ലാ രീതിയിലും സഹായിക്കുന്ന കംപ്ലീറ്റ് കോഴ്സ് അക്കാഡമീസിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. അതിലേക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ 2 നമ്പറിൽ ഏത് നമ്പറിൽ വേണമെങ്കിലും എന്ത് ചെയ്യാവുന്ന നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ നമ്മൾ വാട്സപ്പ് ചെയ്യാൻ, ഈ ഫസ്റ്റ് നമ്പറിൽ നമുക്ക് വാട്സപ്പ് ഉണ്ട്, വാട്സപ്പ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ എന്ത് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്, ഏജ് ലിമിറ്റ് ആണ്. ഇതിൽ വ്യത്യസ്തമായ ഏജ് ലിമിറ്റുകൾ വരുന്ന എന്തുണ്ട്, പോസ്റ്റുകൾ ഇതിനകത്ത് അവൈലബിൾ ആണ്. 18 മുതൽ 27 വയസ്സ് വരെയുള്ളതുണ്ട്, 20 മുതൽ 30 വയസ്സ് വരെയുള്ളതുണ്ട്, 18 മുതൽ 30 വരുന്നുണ്ട്, 18 മുതൽ 32 വരെയുള്ളതുണ്ട്. അത് ഓരോ പോസ്റ്റും ഞാൻ എടുത്ത് പറയാൻ നിന്ന സമയനഷ്ടമാണ്. അതുകൊണ്ട് ഇതിന്റെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ ഓൾറെഡി നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ പോസ്റ്റിനും നിങ്ങൾക്ക് എന്ത് ചെയ്യും കിട്ടും. ഇതിലൊരു കൺഫ്യൂഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 18 മുതൽ 27 വയസ്സ് വരെയുള്ള പോസ്റ്റിന് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ നിങ്ങൾ ആകെ നോക്കേണ്ട കാര്യം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് നിങ്ങൾ 2/8/1998 മുമ്പോ, ഇതായിരിക്കും എപ്പോഴും പ്രശ്നമല്ലേ, പ്രായമായോ എന്നുള്ളൊരു വളരെ കുറവായിരിക്കും. 2/8/1998 മുമ്പ് ജനിച്ചവരല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ പറയുന്ന ഡേറ്റ് ഓഫ് ബർത്തുകൾക്കെല്ലാം തന്നെ എന്തുണ്ട് നമുക്കറിയാം, റിലാക്സേഷൻ ഉണ്ട് അല്ലേ. SC ST ആണെങ്കിൽ 5 വർഷം കിട്ടും. SC STക്ക് 5 വർഷം കിട്ടും എന്ന് പറഞ്ഞാൽ എന്താ, SC ST കാറ്റഗറിയിലുള്ള ഒരാൾക്ക് ഈ 18 മുതൽ 27 വരെയുള്ളതിന് അപ്ലൈ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ 2/8/1993 വരെ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 5 വർഷം എന്ത് ചെയ്തു, റിലാക്സേഷൻ കിട്ടി. അത്രേ ഉള്ളത് കണക്കാക്കാനായിട്ട്. എപ്പോഴും നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ താഴെ കമന്റിൽ വരുന്ന കാര്യമാണ് ഏജ് റിലാക്സേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ. ഇത്രയേ ഉള്ളൂ, ഇതാണ് ഇതിന്റെ സിമ്പിൾ കണക്ക് എന്ന് പറയുന്നത്. അതേസമയം 20 മുതൽ 30 വരെ, അപ്പോൾ 2/8/1995 അങ്ങനെയാണെങ്കിൽ SC STയിലുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാം, 2/8/1990 ജനിച്ച ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. OBC ആണെങ്കിലോ 3 വർഷമാണ് റിലാക്സേഷൻ. അപ്പോൾ 1992 വരെ എന്ത് ചെയ്യാൻ പറ്റും, ആൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആ രീതിയിൽ എന്ത് ചെയ്യുക, ഇത് കണക്കാക്കുക. അപ്പോൾ ഈ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ 4 ഏജ് ഗ്രൂപ്പുകളിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പോലെ ഏജ് ലിമിറ്റ് വരുന്നത്, അല്ലെങ്കിൽ ഏജ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ റിലാക്സേഷനും 5-3 ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, 10 വർഷം എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണ്, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 2 സ്പെഷ്യൽ പോസ്റ്റുകളാണ്, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറും സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2. അതല്ലാത്ത എല്ലാ പോസ്റ്റുകൾക്കും എനി ഡിഗ്രി, നിങ്ങൾ ഫിസിക്സ് പഠിച്ചോ, കെമിസ്ട്രി പഠിച്ചോ, ഹ്യൂമാനിറ്റീസ് പഠിച്ചോ, സോഷ്യോളജി പഠിച്ചോ, ഇതൊന്നും വിഷയമല്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇക്വലന്റ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ CGL പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾ പലരും ഒരുപക്ഷെ പരീക്ഷ എഴുതിയിരിക്കുന്നവരായിരിക്കും. പരീക്ഷ എഴുതിയിരിക്കുന്നവരാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് CGL അപ്ലൈ ചെയ്യാം. ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ. പക്ഷേ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. 1/8/2025 ഓഗസ്റ്റ് 1-ാം തീയതിക്ക് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ടാവണം, നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടുണ്ടാവണം, പാസ് ആയിട്ടുണ്ടാവണം എന്ന് മറക്കാതിരിക്കുക. ഈ റിസൾട്ട് വരിക എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ യൂണിവേഴ്സിറ്റികൾ പലതും, കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ പ്രത്യേകിച്ച് ഏതെങ്കിലും കാലത്താണ് സർട്ടിഫിക്കറ്റ് റിലീസ് ചെയ്യുക. അപ്പോൾ സർട്ടിഫിക്കറ്റ് റിലീസ് ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. സൈറ്റിൽ നിങ്ങളുടെ റിസൾട്ട് ഈ പറയുന്ന 1/8/2025 മുമ്പ്, ഒരു പക്ഷേ ഇപ്പോൾ 4 വർഷമൊക്കെ കഴിഞ്ഞ് എഞ്ചിനീയറിംഗുകാരൊക്കെ പ്രത്യേകം ഉണ്ടെങ്കിൽ ചിലപ്പോൾ സപ്ലൈ ഒക്കെ എഴുതിയിരിക്കുന്നവരുണ്ടാവും അല്ലേ. ആ സപ്ലൈ ഒക്കെ തന്നെ നിങ്ങൾ 1/8/2025 മുമ്പ് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ്, ഈ പറയുന്ന പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ യോഗ്യരാണ്, അല്ലെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണ്. നിങ്ങൾക്ക് എന്തില്ല, പ്രശ്നമില്ല. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ റിസൾട്ട് വരുന്നെങ്കിൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈ ആവും. പക്ഷേ ഞാൻ പറഞ്ഞെങ്കിൽ അങ്ങനെ റിസൾട്ട് ഒക്കെ വരാൻ പെൻഡിങ് ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഈ പറയുന്ന പോലെ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എക്സാം എഴുതാൻ പോകേണ്ട, കുഴപ്പമില്ല. പക്ഷേ എന്ത് ചെയ്തോളൂ, അത് ചെയ്തിട്ടുള്ളൂ. കാരണം ഇനിയിപ്പോൾ അതിന് മുമ്പ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ 1/8 എന്ന് വെച്ചാൽ ഫ്യൂച്ചറിലൊരു കാര്യമാണല്ലോ, അത് വെച്ച് എന്ത് ചെയ്യേണ്ട, റിസ്ക് എടുക്കേണ്ട. റിസൾട്ട് വന്നിട്ടില്ല, ഇനിയിപ്പോൾ എനിക്ക് വരാൻ ലേറ്റ് ആവും എന്നൊക്കെ പറഞ്ഞ് പേടിക്കേണ്ട, അപ്ലൈ ചെയ്തിടാം. ഇനിയിപ്പോൾ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ട, നിങ്ങൾ എഴുതേണ്ട, അത്രയേ ഉള്ളൂ. പോയി എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, ഡിസ്ക്വാളിഫൈ ആവുന്നുള്ളതേ ഉള്ളൂ. ബട്ട് നിങ്ങൾക്ക് എക്സാം എഴുതിയ എക്സ്പീരിയൻസും എന്ത് ചെയ്യും, കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ അതിലൊന്നും എന്തില്ല, പ്രശ്നമില്ല. അപ്പോൾ ഈ പറയുന്നത് പോലെ എനി ഡിഗ്രിയുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അപ്പോൾ ഏജ് ലിമിറ്റ് നമ്മൾ പറഞ്ഞു, ഡിഗ്രിയും എന്ത് ചെയ്യും നമ്മൾ പറഞ്ഞു. ഇനി ഇതിലെ പോസ്റ്റുകളാണ്, ഒരുപാട് പോസ്റ്റുകളുണ്ട്. ഇന്റലിജൻസ് ബ്യൂറോ, മിനിസ്ട്രി ഓഫ് റെയിൽവേസ്, അതിലെ സെക്ഷൻ ഓഫീസർ ഗ്രൂപ്പ് ബി പോസ്റ്റ് ആണ്, അതുകൊണ്ടാണ് ഇതിൽ വരുന്നത്. എക്സ്റ്റേണൽ അഫയേഴ്സ് എല്ലാം ഞാൻ ഓരോന്നും വായിക്കാൻ നിൽക്കുന്നില്ല. CBI, മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, നാർക്കോട്ടിക്സ് അല്ലെ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, അങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ, ഏകദേശം ഈ പറയുന്ന പോലെ 37ഓളം പോസ്റ്റുകളിലേക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇപ്രാവശ്യം ഇത് വന്നിരിക്കുന്നത്. അതിൽ ഓരോന്നിന്റെയും ഏജ് ലിമിറ്റ് 20-30 18-30 18-27 അതെല്ലാം ജനറലിന്റെ ആണ് ഞാൻ പറയുന്നത്. OBCയുടെ അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, OBC SC ST അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ആ ഒരു ഏജ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനുള്ള വഴിയും എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ പറഞ്ഞോട്ട് ഇതിന് 2 ടയറുകളാണ് ഉള്ളത്.
ടയർ 1 പരീക്ഷയും നിങ്ങൾ എഴുതേണ്ടതുണ്ട്, ടയർ 2 പരീക്ഷ എഴുതേണ്ടതുണ്ട്. ടയർ 1 ക്വാളിഫയിങ് നേച്ചറാണ്. ടയർ 1 നിങ്ങൾ എഴുതി നല്ല മാർക്ക് വാങ്ങി കട്ട് ഓഫ് കടന്നു കഴിഞ്ഞാൽ ഒരു നോർമലി ഇപ്പോൾ നമ്മളൊരു 14,000 വേക്കൻസി എന്നല്ല പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു 15,000 വേക്കൻസി കൂടിക്കോ, അതിനൊരു 10 മടങ്ങ് ആളുകൾ, ഒരു ഏകദേശ കണക്കാണ് ഞാൻ പറയുന്നത്, 10 മടങ്ങ് ആളുകളാണ് എന്ത് ചെയ്യുക, ഈ പറയുന്നത് പോലെ ടയർ 2ലേക്ക് ക്വാളിഫൈ ആവുക. ടയർ 2 മാർക്ക് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ആ ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് എന്ത് ചെയ്യുന്നത്, ഡിസൈഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടയർ 1ന്റെ സിലബസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടയർ 1 ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് 25 ചോദ്യങ്ങൾ, GK 25 ചോദ്യങ്ങൾ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 25 ചോദ്യങ്ങൾ, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ 25 ചോദ്യങ്ങൾ. മാക്സിമം മാർക്ക് 50 ആണ്. അതായത് ഓരോ ചോദ്യത്തിനും എത്ര മാർക്ക് വെച്ച് കിട്ടും, 2 മാർക്ക് വെച്ച് കിട്ടും. അതേപോലെ അര മാർക്ക് എന്തുണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഒരു ചോദ്യം തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് മിസ്സാവും, അര മാർക്ക് നിങ്ങൾക്ക് മിസ്സാവും. RRB ആയിട്ടൊരു ചെറിയ വ്യത്യാസമുണ്ട്. RRB ആകുമ്പോൾ അവിടെ 0.33 ആണ് എന്ത് ചെയ്യുക, നെഗറ്റീവ് വരിക. അതുപോലെ ഒരു മാർക്കാണ് എന്ത് ചെയ്യുന്ന ഒരു ചോദ്യത്തിന് ശരി ഉത്തരമായി കിട്ടും. ഇവിടെ മിക്ക പരീക്ഷകൾക്കോട്ടെ, ഞാൻ ജനറലൈസ് ചെയ്താൽ പറയുന്നത്, സ്പെഷ്യൽ കേസുകൾ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഇവിടെ ഈ പറയുന്ന പോലെ ഈ 4 എണ്ണാണുള്ളത്. അതായത് ടയർ 1 എത്ര മാർക്കാണുള്ളത്, എത്ര ചോദ്യങ്ങളാണുള്ളത്, 100 ചോദ്യങ്ങളും അതുപോലെ 200 മാർക്കുമാണ് എന്ത് ചെയ്യേണ്ടത്, ഈ പറയുന്ന പോലെ ടയർ 1 വരുന്നത്. ഇതിൽ ഓരോന്നിന്റെയും ഡീറ്റെയിൽഡ് സിലബസിന്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇനിയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് റിക്വസ്റ്റ് ചെയ്യുക. ഈ നോട്ടിഫിക്കേഷനിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതൊരു ബിഗിനർക്കൊന്നും വായിച്ചാൽ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അത്തരത്തിൽ ഈ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഓരോ ടോപ്പിക് കൊടുത്തു. ഇപ്പോൾ GK എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റി, കറണ്ട് അഫയേഴ്സ്, കമ്പ്യൂട്ടർ നോളജ്, സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം നമ്മൾ തുടക്കത്തിൽ ഞാൻ ആ കോഴ്സിൽ ലിസ്റ്റ് ചെയ്തില്ലേ, അത്രയും ടോപ്പിക് ഉണ്ട്. പക്ഷെ അങ്ങനെയും കിട്ടിയിട്ട് കാര്യമല്ലോ, അതിനുള്ളിൽ എന്താ പഠിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയേണ്ടത്. സോ അത്തരത്തിൽ കീറി മുറിച്ചുകൊണ്ട് ഒരു അനാലിസിസ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അത് തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നതാണ്, ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, ടയർ 1 എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ എവിടെ അവൈലബിൾ ആണ്, ഇതെല്ലാം തന്നെ എവിടെയുണ്ട്, ടയർ 2ലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്നത് പോലെ വരുന്നുണ്ട്. ഈ ടയർ 2 മാത്സ്, റീസണിങ്ങും ഇംഗ്ലീഷും GK ഉണ്ട്. പക്ഷെ എക്സ്ട്രാ ഒരു സാധനം കൂടി ഉണ്ട്, കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് കൂടി ഉണ്ട്. ഇത് ക്വാളിഫയിങ് ആണ്. പക്ഷേ ഈ ക്വാളിഫയിങ് എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾ ഒരിക്കലും നിസ്സാരക്കാരനായിട്ട് കാണരുത്. കാരണം നിങ്ങളിപ്പോൾ ഇതിൽ ഭയങ്കര ടോപ്പ് മാർക്ക് വാങ്ങി, റാങ്ക് 1ന്റെ അത്രയും നിങ്ങൾക്ക് മാർക്ക് ഉണ്ട്, എന്നിട്ട് നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ 210, 180, 390 മാർക്കാണ് ടോട്ടൽ ടയർ 2 വരിക. ഈ 390 നിങ്ങൾക്ക് 380 മാർക്കും ഉണ്ട്. പക്ഷേ കമ്പ്യൂട്ടർ നോളജ് ക്വാളിഫൈ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ജോലി കിട്ടില്ല. അതുകൊണ്ട് കമ്പ്യൂട്ടർ നോളജ് അടക്കം എന്ത് ചെയ്യുന്നതിന് പഠിക്കുന്നത്, അതും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കോഴ്സിൽ അവൈലബിൾ ആണ്. പിന്നെ എന്തുണ്ട്, ഡാറ്റ എൻട്രി, സ്പീഡ് ടെസ്റ്റും എന്തുണ്ട് നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇതാണ് ടയർ 1, ഇതാണ് ടയർ 2. സോ ബേസിക്കലി ടയർ 1 നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ടയർ 2 ആകെ എക്സ്ട്രാ പ്രിപ്പയർ ചെയ്യേണ്ടത് ഏത് മാത്രമാണ്, കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് മാത്രമാണ്. ഇപ്പോൾ ലാസ്റ്റൊക്കെ നടന്ന പരീക്ഷകൾ നമ്മൾ അനലൈസ് ചെയ്യണമെങ്കിൽ ഒരു ഭീകരമായ, മുമ്പൊക്കെ CGL എന്ന് വെച്ച് കഴിഞ്ഞാൽ ടയർ 1ന്റെ ടയർ 2 ചോദ്യം കമ്പയർ ചെയ്യാൻ പോലും ഉണ്ടാവില്ല. അത്രയും ടഫ് ആയിട്ടുള്ള ചോദ്യങ്ങളും അല്ലെങ്കിൽ അത്രയും ഡിഫറൻസും എന്തുണ്ടാവും, ചോദ്യങ്ങളിൽ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ അത്ര ഒരു വലിയ വേരിയേഷൻ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഓഫ് കോഴ്സ് ഇതൊന്ന് ഫിൽട്ടർ ചെയ്ത് വരുന്ന ആളുകളാണ്, ടയർ 1 ക്വാളിഫൈ ചെയ്ത് വരുന്ന ആളുകളാണ്. സോ ചോദ്യത്തിൽ ഒരു ഡിഫറൻസ് ഉണ്ട്, ഒട്ടുമില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ മുമ്പൊക്കെ ഒരു 3-4 വർഷം മുമ്പത്തേക്ക് ചോദ്യ പേപ്പർ നിങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യണം, അതായത് SSCയുടെ പുതിയ വെബ്സൈറ്റ് ഇതാണ് വെബ്സൈറ്റ്, ssc.gov.in അല്ലെങ്കിൽ മൈ SSC മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ആധാർ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളിതൊന്ന് എന്ത് ചെയ്യുക, ആധാർ അതിനകത്ത് ആഡ് ചെയ്യുക. കാരണം ആധാർ അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ കേസ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ എററൊക്കെ ഉണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യില്ല, പ്രശ്നമില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഇപ്പോൾ നിങ്ങൾ എക്സാം ഹാളിൽ പോകുന്നു, നിങ്ങൾ ഫോട്ടോയിൽ ഭയങ്കര ക്ലീൻ ചെയ്ത ഫോട്ടോ ആണ്, ഒരു കൊച്ചു കുഞ്ഞായിരുന്ന പടം ഇട്ടേക്കുന്നത്, എന്നിട്ട് എക്സാം ഹാളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് നല്ല താടിയും വീശിയൊക്കെ ഉണ്ടെങ്കിൽ ഇതാരടാ, ഇത് നീ അല്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും അല്ലേ. അതേസമയം നിങ്ങൾ ആധാർ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്, ബയോമെട്രിക് വെരിഫിക്കേഷൻ ലിങ്ക് ആണ്. അത് എത്രത്തോളം സെക്യൂർ ആണ്, ശരിയാണ്, തെറ്റെന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഞാൻ പ്രാക്ടിക്കാലിറ്റി മാത്രം നോക്കിയിട്ട് ഞാൻ പറയണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളത് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കത് കവർ ചെയ്ത് പോകാനായിട്ട് പറ്റും. പക്ഷേ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഫൈൻഡ് എ പ്ലേസ് വിത്ത് ഗുഡ് ലൈറ്റ് ആൻഡ് പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട്, സ്റ്റുഡിയോ പോയി എടുക്കുക, അത്രയേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ അവർ നോക്കിക്കോളും. ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ക്യാപ്പ് ഇടരുത്, മാസ്ക് ഇടരുത്, ഗ്ലാസ് ഇടരുത്, സ്പെക്സ് ഇടരുത്. ഗ്ലാസ് സ്പെക്സോ ഒക്കെ ഇട്ടിട്ട് റിജക്റ്റ് ആയിപ്പോയ കുട്ടികൾ അവസാനം വന്നിട്ട് സ്റ്റാറ്റസ് വരുമ്പോൾ അയ്യോ സാറ് റിജക്റ്റ് ആയി, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് സ്ഥിരം കിട്ടുന്ന ഒരു സങ്കട മെസ്സേജ് ആണ്. നമുക്കതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. സോ ദയവേത് എല്ലായ്പ്പോഴും റിജക്റ്റ് ആവണില്ല. പലരും പറയും അന്നത്തെ പരീക്ഷയ്ക്ക് ഞാൻ SSCയുടെ കൊടുത്തപ്പോൾ അത് ആക്സെപ്റ്റ് ആയല്ലോ, പിന്നെന്താ ഇപ്പോൾ ഇവർക്ക് പ്രശ്നം എന്നുള്ളത്. നമ്മളല്ലല്ലോ അത് തീരുമാനിക്കുന്നത് അല്ലേ, അവരാണല്ലോ കോടതി, അപ്പോൾ അവരാണല്ലോ തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിലൊരു റിസ്ക് എടുക്കേണ്ട, ക്ലാസ് എടുക്കേണ്ട. പിന്നെ അഗെയിൻ ഇതിലൊക്കെ ഈ പറയുന്ന പോലെ ആധാർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല. കാരണം അതൊരു കംപ്ലീറ്റ്ലി ന്യൂ പ്രോസസ് ആണ്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഈ വർഷം കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പറയാൻ പറ്റില്ല. സോ റിസ്ക് എടുക്കേണ്ട, എന്ത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഗ്ലാസും തൊപ്പിയും മാസ്കും ഒന്നും ഇട്ടെടുക്കേണ്ട. ഈവൻ ഈ പറയുന്ന പോലെ തട്ടമൊക്കെ ഇട്ടവരെങ്കിൽ ഫുള്ളി കവർ ചെയ്തിട്ടുള്ള തട്ടമൊന്നും ആവരുത്. എന്ത് ചെയ്യുക, അത്യാവശ്യം ഫേസൊക്കെ വൃത്തിയായിട്ട് കാണുന്ന രീതിയിൽ തട്ടം ഇടാതെ എടുത്താൽ അത്രയും നല്ലത്. റിലീജിയസ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് എനിക്കറിയാം, പക്ഷെ എന്നിരിക്കലും നമ്മുടെ ഒരു ആവശ്യമാണ്. അവർ പറയുന്ന പോലെ ചില നിയമങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ പാലിക്കപ്പെടേണ്ടതുണ്ട്. സോ അതുകൊണ്ട് തന്നെ വൃത്തിയായിട്ട് എന്ത് ചെയ്യുക, തട്ടൊന്നും ഇടാതെ തന്നെ പറ്റുമെങ്കിൽ ആ പടം എടുക്കുക. തട്ടിട്ടില്ലെങ്കിൽ റിജക്റ്റ് ആവുന്നല്ല, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷെ പറ്റുമെങ്കിൽ ഏറ്റവും നന്നായിട്ട് തന്നെ ഫേസ് കൃത്യമായിട്ട് കാണുന്നത് പോലെ തന്നെ എന്ത് ചെയ്യുക, എടുത്തിട്ട് ഈ പറയുന്നത് പോലെ അപ്ലോഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക. ഇനി ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 100 രൂപയാണ്.
സ്ത്രീകൾക്കും അതുപോലെ തന്നെ ST ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് എക്സ് സർവീസ്മെൻ ഒന്നും എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അടയ്ക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് UPI കാർഡോ ഏത് വേണമെങ്കിലും വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന പോലെ ചെയ്യാനായിട്ട് വരും. പണ്ടൊക്കെ ചലാൻ്റെ പരിപാടി ഉണ്ടായിരുന്നു, ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി എവിടെയാണ് എക്സാം സെന്റർ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എക്സാം അല്ല. അതുകൊണ്ട് ഇപ്പോൾ RRBക്ക് ആണെങ്കിൽ നമ്മൾ ട്രിവാൻഡ്രം എന്നാണ് പറയുക. ട്രിവാൻഡ്രം RRBയുടെ അണ്ടറിലാണ് നമ്മുടെ ഒട്ടുമിക്ക കേരളം വരുന്നത്, കുറച്ച് അപ്പുറത്തും കുറച്ച് ഇപ്പുറത്തും ഒക്കെ ഉണ്ട്. അതേപോലെ SSCക്ക് നമ്മൾ പറയാം കർണാടക കേരള റീജിയൻ KKR എന്നാണ് എന്ത് ചെയ്യുക നമ്മൾ പറയാറുള്ളത്, ഈ പറയുന്ന പോലെ കേരളത്തിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ സെന്റേഴ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതിലിപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം, കണ്ണൂർ ഇത്രയും സ്ഥലത്ത് എന്തുണ്ട്, സെന്റർ ഉണ്ട്. 3 സെന്റർ നിങ്ങൾക്ക് കൊടുക്കാം. കൊടുക്കുന്നിടത്ത് കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. അവർക്ക് അവൈലബിലിറ്റി അനുസരിച്ചാണ് ഇന്ത്യ തരിക. പൊതുവേ സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക്, അതിപ്പോൾ RRB ആണെങ്കിലും SSC ആണെങ്കിലും ഈ പറയുന്ന പോലെ മാക്സിമം ഫസ്റ്റ് പ്രിഫറൻസ് ഒക്കെ തരാൻ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ ആമ്പിള്ളേർക്ക് ചോദിക്കാനും പറയാനാറില്ലല്ലോ, നമ്മൾ എവിടേക്ക് വേണമെങ്കിലും തട്ടാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 3 എണ്ണം കൊടുക്കുക. ആ കൊടുത്തിടത്തും കിട്ടണമെന്നില്ല, അതും അവർ കണ്ടീഷന് പറയുന്നതാണ്. ആ 3 എണ്ണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രിഫറൻസ്. ഇനിയിപ്പോൾ നമ്മളോട് ചോദിച്ചില്ല എന്ന് വേണ്ടാന്ന് പറഞ്ഞ് ചെയ്യുന്നതാണ്. പക്ഷെ മിക്കതും കൊടുക്കാറുണ്ട് കേട്ടോ, ഞാൻ അങ്ങനെ പറയുന്നില്ല. പക്ഷെ അതിന് സാധ്യതയുണ്ട്. ഞാൻ 3 എണ്ണം കൊടുത്താണല്ലോ എന്നിട്ട് എനിക്ക് ഇവിടെ കിട്ടിയില്ലല്ലോ എന്ന് പറയാനുള്ള ഒരു അധികാരം നിങ്ങൾക്കില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നത്. എവിടെയാണോ തരുന്നത് അവിടെ പോയി പരീക്ഷ എഴുതാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ 3 എണ്ണം കൊടുക്കുന്നുണ്ട് എന്ന് മാത്രം. അപ്പോൾ അത് മനസ്സിലായില്ലേ? ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന പോലെ CGL ഇപ്രാവശ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക. അത് ഞാൻ തീർച്ചയായിട്ടും ക്ലിയർ ചെയ്യാൻ ട്രൈ ചെയ്യാം. ഇതിന്റെ നോട്ടിഫിക്കേഷൻ, ഇതിന്റെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോഴ്സിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. കയറിയിട്ട് ഡെമോ ക്ലാസ്സുകൾ കാണാം. അത് നിങ്ങൾക്ക് ഓക്കെ ആണ്, നിങ്ങൾക്ക് ഇങ്ങനെ പഠിച്ചാൽ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് വരുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ, നിങ്ങൾ കോഴ്സ് എടുക്കുക, പഠിക്കുക. അപ്പോൾ അടിപൊളിയാവട്ടെ. ഇപ്രാവശ്യം തന്നെ കേന്ദ്ര സർക്കാർ ജോലി എന്നുള്ള നിങ്ങളുടെ സ്വപ്നം സത്യമാവട്ടെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അനാലിസിസ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടോപ്പിക്കും എടുത്ത്, ഇപ്പോൾ QAയിൽ എന്തൊക്കെയാണ് വരുന്നത്, റീസണിങ്ങിൽ എന്തൊക്കെയാണ് വരുന്നത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏതാ രീതി എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് വീഡിയോ ഓരോ ടോപ്പിക്കും എടുത്ത് അരിച്ചു പെറുക്കി പറഞ്ഞിരുന്ന ഒരു വീഡിയോ ആണെങ്കിൽ അതും താഴെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. തീർച്ചയായിട്ടും അതും ഞാൻ എന്ത് ചെയ്യുന്നതാണ്, വർക്ക് ചെയ്ത് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ അത്രയേ പറയാനുള്ളൂ. ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ഷമയോടെ കണ്ടിരുന്നതിന്, കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമിക്സ്. ഹാവ് എ നൈസ് ഡേ.